ഹായ് ഹലോ ജയ് ഹിന്ദ് എവരി വൺ വെൽക്കം ടു കമ്മീഷൻ ഡ്രീംസ്. എല്ലാവർക്കും ഇന്നലത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വൊക്കാബാണ്. വൊക്കാബിലെ കൺഫ്യൂസിങ് വേർഡ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റോണിംസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ 45 ഡേയ്സ് ഓഫ് NDA സ്ട്രാറ്റജി, ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ മസ്റ്റായിട്ട് കാണുക. ഓക്കെ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് ഇടേണ്ടതാണ്. കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എനിക്ക് തുടർന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആ കമൻറ്റ്സ് തീർച്ചയായിട്ടും തരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വൊക്കാബാണ്. ഓക്കെ, ഇംഗ്ലീഷ് വൊക്കാബ് ഇത് ബേസിക്കലി NDA CDS FCAT എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. കോമൺ ആയിട്ടും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ഡിഫറൻസ് എക്സാമുകളിൽ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് 10 to 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 10 to 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 10 to 15 ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ചോദിക്കും. ഓക്കെ, സോ ഡിഫൻസ് എക്സാമിൽ മാത്രമല്ല SSC, CGL, CHSL, MTS ഇങ്ങനെയുള്ള എക്സാമുകളെല്ലാം ഇംഗ്ലീഷ് വൊക്കാബിൽ ഈ ഒരു ഹോമോണിംസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഹോമോണിംസ് എന്നല്ല, ഈ ഹോമോണിംസ് പോലെ തന്നെ അതിനെ വേറെ കുറച്ച് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ബ്രാഞ്ചായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ബേസിക്കലി കൺഫ്യൂസിങ് വേർഡ്സ് എന്നാണ് പറയാനുള്ളത്. ഇംഗ്ലീഷിൽ ഇതിനെ കൺഫ്യൂസിങ് വേർഡ്സ് എന്നാണ് പറയാനുള്ളത്. കൺഫ്യൂസിങ് വേർഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ വേർഡ്സ് വിച്ച് ഓഫൺ കൺഫ്യൂസസ് അങ്ങനെയും പറയും. കൺഫ്യൂസിങ് വേർഡ്സ് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനകത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഈ കണ്ട ഹോമോണിംസ് ഉണ്ട്. ബാക്കി രണ്ടെന്ന് പറയുന്നത് ഹോമോഫോൺസും അതുപോലെ തന്നെ പാരനോണിംസും. ഇത് രണ്ടുമാണ് അടുത്ത ഹോമോണിംസ് കഴിഞ്ഞിട്ടുള്ളത് കൺഫ്യൂസിങ് വേർഡ്സ്. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക്കായിട്ടും എന്താണ് ഈ ഹോമോണിംസ് അല്ലെങ്കിൽ ഹോമോഫോൺസ് അല്ലെങ്കിൽ പാരനോണിംസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. എക്സാമിന് അല്ലെങ്കിൽ ഡിഫൻസ് എക്സാം ആയിക്കോട്ടെ, അല്ലാതെ SSC എക്സാം ആയിക്കോട്ടെ, ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹോമോണിംസ് എന്ന് നോക്കാം. ഓക്കെ, ഹോമോണിംസ് ഞാൻ റൈസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്താ ഹോമോണിംസ് എന്ന് നോക്കാം. ഓക്കെ, മാക്സിമം എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാണ്, മാക്സിമം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഹോമോണിംസ്. ഹോമോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, അതാണ് ഇത്രേ ഉള്ളൂ. സെയിം സ്മെല്ലിംഗ് ആയിരിക്കും, സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. വല്ല മനസ്സിലാവും? വ്യക്തമാക്കി തരാം ഞാൻ. ഓക്കെ, സെയിം സ്പെല്ലിംഗ്. ഓക്കെ, സെയിം സ്പെല്ലിംഗ്, സെയിം പ്രൊണൗൺസിയേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, മീനിങ്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഹോമോണിംസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഹോമോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, മറക്കാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ ഹോമോണിംസ് എന്ന് പറയുന്നത്. സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഹോമോണിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഹോമോഫോൺസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഹോമോഫോൺസ് എന്ന് നോക്കാം. ഓക്കെ, ഹോമോഫോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ ബാക്കി രണ്ട്, അതായത് സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആൻഡ് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആൻഡ് ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോമോണിംസ് എന്ന് പറയുന്നത് സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. പക്ഷേ ഹോമോഫോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് നോക്കാം പാരനോണിംസ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ.
ഇപ്പോൾ ഒരേ വാക്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ റൂട്ട് വേർഡ്സ് നമ്മൾ പറയും. ഇപ്പോൾ ഫിലി അല്ലെങ്കിൽ ഇപ്പോൾ ഹെർബിവോർ, അനന്തവോർ, ഇതൊക്കെ റൂട്ട് വേർഡാണ്. ഹെർബിവോർ, കാർണിവോർ. ഓക്കെ, അല്ല അതുപോലെ തന്നെ ഫൈൽ വരുന്നത് ഹോഡോഫൈൽ, അങ്ങനെ വരുന്ന വേർഡ്സ് ഇല്ലേ, ഇതിൽ നിന്ന് രൂപപ്പെടുന്ന എന്താ പറയുന്നത്, രൂപപ്പെടുന്ന വാക്ക്, ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള വാക്കുകളാണ് നമ്മൾ പാരനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചൈൽഡിഷ്, ചൈൽഡ് ലൈക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു വേർഡ് വരുമല്ലോ. അതായത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് ചൈൽഡ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട്. സോ ചൈൽഡ് ലൈക്ക് അല്ലെങ്കിൽ ചൈൽഡിഷ്, സോ ഇതിനാണ് പാരനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ബേസിക്കലി എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ചൊരു 25 വേർഡ്സ് അല്ലെങ്കിൽ 50 വേർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഡിഫൻസ് എക്സാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ SSC എക്സാം ആയിക്കോട്ടെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കേൾക്കുക, കാണുക. ഓക്കെ, വേർഡ്സ് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു വൊക്കാബ് ഡയറി മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. വൊക്കാബ് ഡയറിക്കകത്ത് നിങ്ങളത് നോട്ട് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രം നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അല്ല നിങ്ങളത് ഇതിൻ്റെ പേര് തന്നെ അതാണ്, കൺഫ്യൂസിങ് വേർഡ്സ്. സോ നമുക്ക് എക്സാം ടൈമിൽ നമുക്ക് ടൈം ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു വേർഡിൻ്റെ മീനിങ് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും നമ്മളത് ബാധിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫി ആൻഡ് ഡിഫി. ഓക്കെ, കേട്ടോ, രണ്ടും സെയിം ഇത് തന്നെ, പ്രൊണൗൺസിയേഷൻ സെയിം ആണ്, ഡിഫി ആൻഡ് ഡിഫി. ഓക്കെ, ഫസ്റ്റ് ഡിഫിയുടെ മീനിങ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ, ഡിഫി എന്ന് പറഞ്ഞാൽ കൺഫർ ദ സ്റ്റാറ്റസ് ഓഫ് ഗോഡ്, അതായത് ഒരു ദൈവതുല്യനായ ഒരു പദവി നമ്മൾ കൊടുക്കത്തില്ലേ, അതിനാണ് ഡിഫി എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഡിഫിയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡിഫിയുടെ മീനിങ്, ഓക്കെ, അതായത് ദൈവതുല്യനായ വ്യക്തി എന്ന് നമുക്ക് പറയാം. കൺഫർ ദ സ്റ്റാറ്റസ് ഓഫ് ഗോഡ്, കൺഫർ ദ സ്റ്റാറ്റസ് ഓഫ് ഗോഡ്. ഓക്കെ, ഓർത്ത് വെക്കുക, മറക്കല്ലേ. അതായത് ദൈവതുല്യനായ ഒരു പദവി നമ്മൾ ഒരാൾക്ക് കൊടുക്കുക, അതിനെ ഡിഫി എന്ന് പറയും. അടുത്ത ഈ ഡിഫി, DEFI, ഈ ഡിഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തടുക്കുക, അല്ലെ ഒപ്പോസ് ചെയ്യുക. ഈ ഡിഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസ്, തടുക്കുക. സ്പെല്ലിങ് വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ, ഇവിടെ സെയിം സ്പെല്ലിംഗ് ആണോ? അല്ല, പക്ഷേ സെയിം പ്രൊണൗൺസിയേഷൻ ആണ്, ഡിഫറൻറ്റ് സ്പെല്ലിംഗ് ആണ്, ഡിഫറൻറ്റ് മീനിങ് ആണ്. സോ ഇത് ഹോമോഫോൺ ആണ്. ഓക്കെ, ഇത് ഹോമോഫോൺ ആണ്. ഡിഫി നോക്കുക. ഡിഫി എന്ന് വെച്ചാൽ ഒപ്പോസ് എന്നാണ് ഇതിൻ്റെ മീനിങ്, ഒപ്പോസ്. ഈ ഡിഫി, ഒപ്പോസ്. സോ ഡിഫി എന്നുള്ള ആ ഒരു വേർഡ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒന്നെന്ന് പറഞ്ഞാൽ ഡിഫി എന്ന് പറഞ്ഞാൽ കൺഫർ സ്റ്റാറ്റസ് ഓഫ് ഗോഡ്, രണ്ടാമത്തെ ഡിഫി DEFI എന്ന് പറഞ്ഞാൽ ഒപ്പോസ്, എടുക്കുക. സോ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. സോ നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് എമിഗ്രേറ്റ്, ഇമിഗ്രേറ്റ്. ഓക്കെ, ഇതിൻ്റെ രണ്ട് ഇത് എപ്പോഴും എക്സാമിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് എക്സാം ആയിക്കോട്ടെ, ഇപ്പോൾ ഡിഫൻസ് എക്സാം ആയിക്കോട്ടെ, CDS ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, CAPF ആയിക്കോട്ടെ, അതുപോലെ SSCയുടെ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഈ ഒരു മിക്കപ്പോഴും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഇമിഗ്രേറ്റ് ആൻഡ് ഇമിഗ്രേറ്റ്. ഓക്കെ, അതിൻ്റെ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കാണുന്ന EMIGRATE, ഇമിഗ്രേറ്റിൻ്റെ അർത്ഥം എന്താ? ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം രാജ്യം, ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ ഇന്ത്യ വിട്ട് പുറത്ത് രാജ്യത്തേക്ക് പോകുന്ന ഒരു വ്യക്തി നമുക്ക് ഇമിഗ്രേറ്റ് എന്ന് പറയാം. EMIGRATE, ഇമിഗ്രേറ്റ്. ഓക്കെ, അതായത് സ്വന്തം ഇത് നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആളെ ഇമിഗ്രേറ്റ് എന്ന് പറയാം. എന്താണ് അപ്പോൾ ഇമിഗ്രേറ്റ് എന്തുവാ? ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ വ്യക്തി, ഓക്കെ, മറ്റൊരു രാജ്യത്ത് എത്തി അവിടെ താമസിക്കുന്നതാണ് ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത്. കത്തിയ. സോ അതാണ് ഈ രണ്ട് വേർഡ്സിൻ്റെ വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇമിഗ്രേറ്റ് ഒന്നുകൂടെ പറയാം. ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേറ്റ്, EMIGRATE, ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രാജ്യം വിട്ട് മറ്റേ രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അതേസമയം ഇമിഗ്രേറ്റ് എന്തുവാ? ഒരു രാജ്യത്തെത്തിയിട്ട് ആ രാജ്യത്ത് താമസിക്കുന്ന ആളെ ഇമിഗ്രേറ്റ് എന്ന് പറയും. സോ നെക്സ്റ്റ് വേർഡ് കൗൺസിൽ ആൻഡ് കൗൺസിൽ. ഓക്കെ, നമുക്ക് പറയാം ഹോമോഫോൺസ് ആണിത്, സെയിം പ്രൊണൗൺസിയേഷൻ ആണ്, ഡിഫറൻറ്റ് സ്പെല്ലിംഗ് ആണ്, ഡിഫറൻറ്റ് മീനിങ് ആണ്. കൗൺസിൽ എന്ന് പറയാം, നമുക്കൊരാൾ കൗൺസിൽ ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു ഡിപ്രഷൻ ആയിരിക്കും, ലവ് ഫെയിലിയർ ആയി. ഇപ്പം നൗഡേയ്സ് ഏറ്റവും കണ്ടുവരുന്നൊരു മീൻസ് യൂത്തിൻ്റെ ഇടയ്ക്ക് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ലവ് ഫെയിലിയേഴ്സ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിപ്രസ് ആയി പോകാം. സോ അങ്ങനൊരു മെൻറ്റാലിറ്റി മാറ്റിയെടുക്കുക. ഒരിക്കലും നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു വികാരങ്ങളായിക്കോട്ടെ, നമ്മളെ തളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ അതിനുള്ള ഫ്രീഡം കൊടുക്കരുത്. ഓക്കെ, നമ്മൾ അത്രത്തോളം മെൻ്റലി സ്ട്രോങ് ആവണം. ഓക്കെ, നമ്മൾ അതായത് പ്രത്യേകിച്ച് ഡിഫൻസ് പോലുള്ള പ്രൊഫഷനിൽ ഒരു സർവീസ് പോകുമ്പോഴത്തേക്കിന് IPS ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, ഡിഫൻസ് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ, ഡോക്ടർ ഇതിനായിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ. സോ നമ്മുടെ മൈൻഡിനെ വേറെ ഒരു എക്സ്റ്റേണൽ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കരുത്. നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും, നമ്മളെ ഡിഗ്രേഡ് ചെയ്യും. സോ ശ്രദ്ധിക്കുക. സോ കൗൺസിൽ, നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് വരാം. കൗൺസിൽ. ഓക്കെ, എന്താണ് ഈ കൗൺസിലിൻ്റെ അർത്ഥം? കൗൺസിൽ ആൻഡ് കൗൺസിൽ. ഓക്കെ, ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അഡ്വൈസ്.
ഓക്കെ ഗൈസ്, ഇടയ്ക്ക് ചില ഇംഗ്ലീഷ് വേർഡ്സും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം, ചില ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു പോകും. ഓക്കെ, ഇത് കൗൺസിൽ എന്ന് പറഞ്ഞാൽ COUNSEL, കൗൺസിൽ അഡ്വൈസ്. ഈ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ലൈക്ക് വട്ട് വി ക്യാൻ സേ, ചർച്ചയ്ക്ക് ഒത്തുകൂടുന്നൊരു സംഘം, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് കൂടുന്ന ഒരു സംഘത്തെ നമുക്ക് കൗൺസിൽ എന്ന് പറയാം. അതാണ് മീറ്റിംഗ്. ഓക്കെ, ഇതാണ് ഈ കൗൺസിൽ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡ്സാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഈസ് ഇമോലേറ്റ് ആൻഡ് എമുലേറ്റ്. ഓക്കെ, ഇമോലേറ്റ് ആൻഡ് എമുലേറ്റ്. ഓക്കെ, അത് 2 ഓർത്ത് വെച്ച്. ഇമോലേറ്റ് IMOLATE ആണ് ഇമോലേറ്റ് ആൻഡ് എമുലേറ്റ്. ഓക്കെ, ഇത് രണ്ടും എന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. ഈ പിക്ചർ ശ്രദ്ധിക്കുക. ഇമോലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബലി നൽകുക അല്ലെങ്കിൽ സാക്രിഫൈസ്, അതായത് എന്താ പറയുന്നത്, സാക്രിഫൈസ് ചെയ്യുക, ബലിദാൻ. ഓക്കെ, സാക്രിഫൈസ് അതാണ് ഇമോലേറ്റിൻ്റെ അർത്ഥം, സാക്രിഫൈസ്. ഓക്കെ, ഇനി എമുലേറ്റ് എന്താ? എമുലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ പിക്ചർ ശ്രദ്ധിക്കുക. എമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോളോ സമ്മൺ ഔട്ട് ഓഫ് അഡ്മിറേഷൻ. ലൈക്ക് ഒരാളെ നമ്മൾ ഇപ്പോൾ ബ്രൂസ്ലിയെ പോലെ നമ്മൾ അയാളെ റോൾ മോഡൽ എന്നൊക്കെ ആക്കി പറയത്തില്ല, റോൾ മോഡലായ ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എമുലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എമുലേറ്റ് ടു ഫോളോ സമ്മൺ ഔട്ട് ഓഫ് അഡ്മിറേഷൻ. സോ അതിനെയാണ് ഇമുലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. കുറേ വേർഡ്സ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് മാത്രം നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകും. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നമുക്ക് ഓടിച്ച് പറഞ്ഞ് പോവാം. അടുത്ത ഇറപ്ഷൻ ആൻഡ് ഇറപ്ഷൻ. ഓക്കെ, അത് എന്താ പറയുന്നത്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഇറപ്ഷൻ എന്താണെന്ന് അറിയാമായിരിക്കും, പക്ഷേ ഇറപ്ഷൻ എന്താണെന്ന് ചിലപ്പോൾ എല്ലാവർക്കും കത്തണമെന്നില്ല. സോ ഇറപ്ഷൻ എന്താ? ദ ഇറപ്ഷൻ ഓഫ് ദ വോൾക്കാനോ ഫോഴ്സ് ദ വില്ലേജർ ടു ഇവാക്യുവേറ്റ്. സോ ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ. ഓക്കെ, എന്ത് ഇറപ്ഷൻ അല്ലേ? ഓക്കെ, ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഔട്ട്ബേസ്റ്റ്, പെട്ടെന്നുള്ള ഒരു പർവ്വതം അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മൾ പൊട്ടിത്തെറിയാണ് ഒരു പെട്ടെന്ന് സഡൻ ഔട്ട്ബേസ്റ്റിനെയാണ് നമ്മൾ ഇറപ്ഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇറപ്ഷൻ എന്താ? ഇറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു പെട്ടെന്ന്, ഇപ്പം ഈ എന്താ പറയുന്നത്, ഇപ്പോൾ ചൈനയിലെ സോൾജേഴ്സ് പെട്ടെന്ന് നമ്മുടെ കൺട്രിയിലേക്ക് ഇറപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയും, ഇറപ്ഷൻ നടത്തി. ലൈക്ക് അതായത് പുറത്തുനിന്നുള്ളൊരു ആക്രമണം, പെട്ടെന്നുള്ള ഉണ്ടായ ഒരു എന്താ പറയുക, ഒരു എൻട്രി, സഡൻ വയലൻ്റ് എൻട്രിയെ നമുക്ക് ഇറപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിന് ബേസിക്കലി പറഞ്ഞ സഡൻ ദ ഇറപ്ഷൻ ഓഫ് ദ ഏലിയൻസ് ഹോട്ട് സർപ്രൈസ് ദ സിറ്റി. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ലൈക്ക് എന്താ പറയാം, സഡൻ വയലൻറ്റ് എൻട്രി. ഓക്കെ, ഇതാണ് ഇറപ്ഷൻ ആൻഡ് ഇറപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും 95% ഉള്ള ആൾക്കാർക്ക് ഇത് അറിയാമെന്നായിരിക്കും, പക്ഷേ അറിയാത്ത ആൾക്കാർ വിഷമിക്കേണ്ട, നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മളെല്ലാം സ്ലോലിയാണ് പഠിക്കുന്നത്. സോ ആരും ഡീമോട്ടിവേറ്റ് ആവരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും ഡീമോട്ടിവേറ്റ് ആവില്ല. എല്ലാവരും ഒന്നും അറിയത്തില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ 0 ആണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു വി ആർ ദ ബെസ്റ്റ് എന്നുള്ള ചിന്ത തുടക്കത്തിലേ നല്ലതല്ല. എല്ലാം പഠിച്ച് നമ്മളെല്ലാം അച്ചീവ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റ് വരും. ആ മൊമെൻറ്റിൽ നമ്മൾ വിശ്വസിക്കുക വി ആർ ദ ബെസ്റ്റ് ആൻഡ് ഐ ഡു ദാറ്റ്, നമുക്കത് പറയാൻ പറ്റണം. സോ അതാണ് അതിൻ്റെ കാര്യം. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. അക്സെപ്റ്റ് എന്തുവാ? ടു എക്സ്ക്ലൂഡ്, അതായത് ഒഴിവാക്കുക. ഓക്കെ, അതാണ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതിക്കുക. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ടു എഗ്രി, ടു എക്സ്ക്ലൂഡ്. ഓക്കെ, അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി, ഇതെന്ന് പറഞ്ഞാൽ ടു എക്സ്ക്ലൂഡ്. ഓക്കെ, ടു എക്സ്ക്ലൂഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ താഴെ ഇതിൻ്റെ ചെറിയൊരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ക്ലിയർ ആയല്ലോ? വേർഡ്സിൻ്റെ തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലായല്ലോ? കുറച്ചെങ്കിലും കത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബ്രേക്ക് ആൻഡ് ബ്രേക്ക്. ഓക്കെ, 2 സബ്ജക്റ്റ്. ഒരു ബ്രേക്ക് എന്താ? BRAKE, ബ്രേക്ക് എന്ന് വണ്ടിയുടെയൊക്കെ ബ്രേക്ക്, നമ്മൾ ബ്രേക്ക് വിളിച്ചു. അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് വെഹിക്കിൾ. ഓക്കെ, ഒരാൾ നിർത്താൻ അല്ലെങ്കിൽ വാഹനത്തിൽ നിർത്താൻ ബ്രേക്ക് നമ്മൾ അപ്ലൈ. ഇപ്പോൾ ബ്രേക്ക് BRAKE, ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റോപ്പ് വെഹിക്കിൾ, ആ ബ്രേക്ക്. BREAK എന്തോ? ബ്രേക്ക് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം പൊട്ടിപ്പോയി, അതിനാണ് ഈ BREAK എന്ന് പറയുന്നത്. ടു ഡാമേജ് സംതിങ്, നമുക്ക് അങ്ങനെ പറയാം. ടു ഡാമേജ് സംതിങ്, അതാണ് ഈ ബ്രേക്ക്. ബി കെയർഫുൾ നോട്ട് ടു ബ്രേക്ക് ദ ഗ്ലാസ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനങ്ങ് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്താ പറയുന്നത്, അറിയാവുന്ന വേർഡ്സാണ് ഈ പറയുന്ന എന്താ പറയുന്നത് ബ്രേക്ക് ആൻഡ് ബ്രേക്ക്. എടുത്ത് പിന്നെ ഞാൻ പറയുന്നു, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ
വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് സ്ലോലി പഠിക്കാം. ഓക്കെ, സ്ലോലി പഠിച്ച് റിവിഷൻ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കെല്ലാം ക്ലിയർ ആവും, കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, സോ ഡോണ്ട് വറി. ഓക്കെ, നെക്സ്റ്റ് സിമ്പതി ആൻഡ് എമ്പതി. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്, പക്ഷേ എപ്പോഴും തിരിഞ്ഞു പോകുന്നൊരു അല്ലെങ്കിൽ രണ്ട് വാക്കുകളാണ് സിമ്പതി ആൻഡ് എമ്പതി. സോ നമുക്ക് എന്താ സിമ്പതി നോക്കാം. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഷെയറിങ് അനദർ ഫീലിംഗ്. ലൈക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, നമുക്കൊരാളെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു, ആ വ്യക്തിയുടെ അവസ്ഥ കണ്ട് നമുക്ക് സിമ്പതി തോന്നി. ഓക്കെ, നമ്മൾ ഒരാളോട്ട് കരയുന്ന കണ്ടു, നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സിമ്പതി വരും, ഒരു പാവപ്പെട്ട മനുഷ്യൻ, അത് സിമ്പതിയാണ്. ഓക്കെ, അതായത് നമുക്ക് ഒരാളുടെ എന്താ പറയുക ഹൃദയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവരുടെ ഇമോഷൻ നമ്മുടെ ഇമോഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനൊരു അവസ്ഥ, അതാണ് സിമ്പതി. പക്ഷെ എമ്പതി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് എന്തോ ഫീലിംഗാണ്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വേദനകളെ നമുക്ക് മനസ്സിലാക്കാം, അതാണ് എമ്പതി. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കണ്ടു, ജസ്റ്റ് സിമ്പതി, എനിക്കൊരു സിമ്പതി തോന്നി, ഒരു അത്രേ ഉള്ളൂ. ഓക്കെ, എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹേർട്ട് ടു ഹേർട്ട് കണക്ഷനാണ്. നമുക്ക് ആളുടെ ആ ഒരു മാനസിക വിഷമം നമ്മുടെ വിഷമങ്ങളെ പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു 2 വേർഡ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഫോളോ ചെയ്യുക, ജസ്റ്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പതി എന്താ എമ്പതി എന്താണ്. നെക്സ്റ്റ് ഈസ് റിവാർഡ് ആൻഡ് അവാർഡ്. ഓക്കെ, റിവാർഡ് ആൻഡ് അവാർഡ്. ഈ റിവാർഡ് ആൻഡ് അവാർഡ് നമ്മൾ വ്യത്യാസം എന്തുവാ? റിവാർഡ് നമുക്ക് ഇവിടെ കാണാം, ഹി റിസീവ്ഡ് എ റിവാർഡ് ഫോർ ഹിസ് ഹാർഡ് വർക്ക്. ഓക്കെ, ലൈക്ക് റിവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ്സ് എ കോമ്പൻസേഷൻ ഓഫ് എഫേർട്ട്. നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇതാണ് റിവാർഡ്, നമുക്ക് റിവാർഡായിട്ട് അത് കിട്ടി, നമ്മുടെ എഫേർട്ടിന് കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ, അതാണ് റിവാർഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ സെൻറ്റൻസിൽ പറയുന്നത്, ഹി റിസീവ്ഡ് എ റിവാർഡ് ഫോർ ഹിസ് ഹാർഡ് വർക്ക്. അപ്പോൾ അവാർഡ് എന്താ? ഇറ്റ്സ് എ പ്രൈസ് ഓഫ് റെക്കഗ്നേഷൻ. അതായത് ഇപ്പോൾ ലാലേട്ടന് ഒരു അവാർഡ് കിട്ടി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈസ് ഓഫ് റെക്കഗ്നേഷൻ. ലാലേട്ടൻ റിവാർഡ് കിട്ടി നമുക്ക് പറയത്തില്ല. ഓക്കെ, ലൈക്ക് ആ സെൻസ് ഷീ വോൺ എ അവാർഡ് ഫോർ ഗ്രനുലാരിറ്റി റിസർച്ച്. ഓക്കെ, അപ്പോൾ അതൊരു അവാർഡാണ്. പക്ഷേ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഹി റിസീവ്ഡ് എ റിവാർഡ് ഫോർ ഹാർഡ് വർക്ക്. ഇറ്റ്സ് എ കോമ്പൻസേഷൻ ഓഫ് എഫേർട്ട്. അത് ഞാൻ ഇവിടെ എഴുതി തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് എ കോമ്പൻസേഷൻ ഓഫ് എഫേർട്ട്, അതിനെ നമുക്ക് റിവാർഡ് എന്ന് പറയാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അവാർഡ് മീൻസ് ഇറ്റ്സ് ലൈക്ക് ദ പ്രൈസ് ഓഫ് റെക്കഗ്നേഷൻ. യെസ്, price of recognition. ഓക്കെ, ഇതാണ് ഇത് നമ്മളുടെ വ്യത്യാസം. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. മാക്സിമം എല്ലാ റിപ്ലൈക്കും കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ നമ്പറിൽ നോട്ട് ചെയ്യുക, ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അസെൻറ്റ് ആൻഡ് അസെൻറ്റ്. ഓക്കെ, അസെൻറ്റ് ആൻഡ് അസെൻറ്റ്. ഓക്കെ, അസെൻറ്റ് എന്താ? അസെൻറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ സമ്മതം. ഓക്കെ, അസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം. മറ്റേ അസെൻറ്റ് എന്താ? മറ്റേ അസെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ മൗണ്ടൈൻ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്, ആ അസെൻറ്റ് എന്താ? ആ അസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് മേളിലേക്ക് കയറി പോകും, അപ്വേർഡ് മൂവ്മെൻറ്റിനാണ് ആ അസെൻറ്റ്, ASCENT. അതിനാണ് നമ്മൾ മുകളിലേക്ക് കയറുക, ആ അസെൻറ്റാണ് അത്, അപ്വേർഡ് മൂവ്മെൻറ്റ്. മറ്റേന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്, സമ്മതം. ഓക്കെ, അസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ്, ASCENT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്, എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അപ്വേർഡ് മൂവ്മെൻറ്റ്, ഓക്കെ, മൂവ്മെൻറ്റ്. ഓക്കെ, അപ്വേർഡ് മൂവ്മെൻറ്റ്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വേർഡ്സ് ശ്രദ്ധിച്ച് നോക്കുക, സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിസ്അസംബിൾ ആൻഡ് ഡിസംബിൾ. ഓക്കെ, ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വേർഡാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. സോ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻസ് നോക്കിയിട്ട് ഒരുപാട് പേര് ഇത് മിസ്റ്റേക്ക് വരുന്നൊരു വേർഡാണ് ഈ പറയുന്ന ഡിസ്അസംബിൾ ആൻഡ് ഡിസംബിൾ. ഓക്കെ, അപ്പോൾ എന്താ ഈ ഡിസംബിൾ ആൻഡ് ഡിസ്അസംബിൾ എന്താ? അല്ലെങ്കിൽ ഡിസ്അസംബിൾ ആൻഡ് ഡിസംബിൾ എന്താ? ഓക്കെ, ഡിസ്അസംബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അഴിച്ചു പണിയുക. ഡിസ്അസംബിൾ, ഒരു സാധനം അഴിച്ചു മാറ്റിയിട്ട് അത് അഴിച്ചു പണിയുന്നത് തന്നെയാണ്
ഡിസ്അസംബിൾ എന്ന് പറയുന്നത്. അതേസമയം ഡിസംബിൾ എന്താ? ഡിസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഞാൻ ഇൻട്രോവേർട്ട് അല്ലെന്ന് കാണിക്കാനായിട്ട് ചില സമയങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ഇച്ചിരി ഒന്ന് നമുക്ക് വേണം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാർക്കും കണക്ഷനിലൊന്നുമില്ല. പക്ഷേ ടീച്ചേഴ്സിൻ്റെ സമയത്ത് ഇപ്പം ഒരു 10 മാർക്ക് അത് പറയാം, 10 മാർക്ക് അസൈൻമെൻറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇതൊക്കെ മാറ്റിയിട്ട് ടീച്ചറാൾ സോപ്പിടും, നമ്മൾ ചെയ്യുന്ന പണിയെല്ലാം ചെയ്യും, ഓടി കിടക്കും, എല്ലാവരും മിണ്ടും. മനസ്സിലായില്ലേ? അതാണ് ആ ഒരു ഇത് ഡിസംബിൾ. അതായത് നമ്മുടെ ഒരു ഒറിജിനൽ ഒരു ക്യാരക്ടർ മാറ്റി വെക്കുന്നതിനാണ് ഈ പറയുന്ന ഡിസംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ കൃത്യമായിട്ട് മീനിങ്. ശരിക്കും ഞാൻ അങ്ങനൊരു വ്യക്തിയല്ല, പക്ഷെ ആ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ പറയുന്നത് നടക്കുന്നൊരു വ്യക്തി, അതാണ് ഡിസംബിൾ. ഡിസംബിൾ ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, അടുത്ത എഫക്റ്റ് ആൻഡ് ഇഫക്റ്റ്. അത് നോക്കുക, എഫക്റ്റ് ആൻഡ് ഇഫക്റ്റ്. ഇത് സ്പോർട്ടിംഗ് എറേഴ്സിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. SSC ആയാലും ഡിഫൻസ് എക്സാമ്പിളായാലും ഈ എഫക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് സ്പോർട്ടിംഗ് എററിൽ ചോദിക്കും. ഓക്കെ, സ്പോർട്ടിംഗ് എററിൽ ചോദിക്കുമ്പോഴത്തേക്കും തെറ്റെടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സോ ഇതെന്താ നോക്കുക, എഫക്റ്റ് ആൻഡ് ഇഫക്റ്റ്. എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫക്റ്റ്, AFFECT. എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് സെൻറ്റൻസ് വായിച്ചാൽ തുടങ്ങാം. ദ ബാഡ് ന്യൂസ് എഫക്റ്റഡ് ഹിസ് മൂഡ് ഗ്രേറ്റ്ലി. ഓക്കെ, ആ ഒരു മോശമായ വാർത്ത അവൻ്റെ മൂഡിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഓക്കെ, ആ സ്വാധീനിച്ചു എന്ന ഈ എഫക്റ്റിന് അത് സ്വാധീനിച്ചു, അവനെ എഫക്റ്റ് ചെയ്ത് നമ്മൾ പറയും, സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് പറയാം. ഇൻഫ്ലുവൻസ് ഓർ എഫക്റ്റ്, അതാണ് ഈ പറഞ്ഞ എഫക്റ്റ്. ഈ ഇഫക്റ്റ് എന്താ? രാമൻ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയും. ഇഫക്റ്റ് എന്താ? ഇഫക്റ്റ് എന്ന് പറയുന്നത് റിസൾട്ട്. ഒരു റിസർച്ച് നമ്മൾ നടത്തി, ആ റിസൾട്ട് സക്സസ് ആയ നമ്മൾ ഇഫക്റ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇഫക്റ്റ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുകയോ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വാട്ട് യു ക്യാൻ സേ, ഇറ്റ്സ് എ റിസൾട്ട്. ഓക്കെ, ഇഫക്റ്റ് ഈസ് എ റിസൾട്ട്. റിസൾട്ട്. ഓക്കെ ഗ്രേറ്റ്. അപ്പം നമ്മളത് നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോംപ്ലസൻറ്റ് ആൻഡ് കോംപ്ലസൻറ്റ്. ഓക്കെ, കോംപ്ലസൻറ്റ് ആൻഡ് കോംപ്ലിസൻറ്റ്. ഓക്കെ, എന്താണ് ഈ കോംപ്ലസൻറ്റ് എന്ന് നോക്കാം. എന്താണ് കോംപ്ലസൻറ്റ്? ഓക്കെ, കോംപ്ലസൻറ്റ് ആൻഡ് കോംപ്ലിസൻറ്റ് നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ആ പിക്ചർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. എന്താണ് കോംപ്ലസൻറ്റ് എന്ന് നോക്കി. ആ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു, ഒരു സർക്കിൾ, നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ജസ്റ്റ് ആ ഒരു ബോട്ടമിൽ കൊടുത്തേക്കുന്ന ആ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി. ഹി ഗ്രൂ കോംപ്ലസൻറ്റ് ആഫ്റ്റർ ഹിസ് എർലി സക്സസ് ഇഗ്നോറിങ് ന്യൂ ചലഞ്ചസ്. ഓക്കെ, അതായത് പുതിയ പ്രതിബന്ധങ്ങളെ മൈൻഡ് ചെയ്യാതെ ഈ പഴയ സക്സസിനെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ഇങ്ങനെ പോവാ വിശ്വാസം, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്. അതാണ് ഈ കോംപ്ലസൻറ്റിൻ്റെ മെയിൻ, ഓവർ കോൺഫിഡൻസ്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഓവർ കോൺഫിഡൻ്റ് ആണ്. ഓവർ കോൺഫിഡൻസ്. ഓക്കെ, അതാണ് ഈ കോംപ്ലസൻറ്റിൻ്റെ അർത്ഥം. അത് കോംപ്ലിസൻറ്റ് എന്താ? കോംപ്ലിസൻറ്റ്, COMPLASANT, കോംപ്ലിസൻറ്റ്. ഓക്കെ, കോംപ്ലിസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരാളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ഒന്ന് എന്താണ് സോപ്പിട്ടെടുക്കാൻ ചെയ്യുന്ന പരിപാടികൾ, അങ്ങനെ നമുക്ക് പറയാം. കോംപ്ലിസൻ്റ് എന്ന് നമുക്ക് മലയാളത്തിൽ അങ്ങനെ പറയാം. ഓക്കെ, അതായത് വില്ലിങ് ടു ഡു സംതിങ് ടു പ്ലീസ് അനദർ. ഓക്കെ, ഒരാളെ സോപ്പിട്ടെടുക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ വശീകരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ നയത്തിൽ കൊണ്ടുപോകാനായിട്ട്, ഒരു തഞ്ചത്തിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരു ചെയ്യുന്നൊരു ഇതില്ല, നമ്മൾ അങ്ങനെ ചെയ്യും. അതിനെയാണ് കോംപ്ലിസൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് വില്ലിങ്, എക്സാക്റ്റ് പറയുമ്പോഴത്തേക്കിനും willing to do something, to please another. Okay, to please another അടുത്ത ഒരു വ്യക്തിയെ, അടുത്ത ആളെ please another. ഓക്കെ, സോ ഇതാണ് ഈ കോംപ്ലസൻറ്റും കോംപ്ലിസൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ഗ്രേറ്റ്. നെക്സ്റ്റ് വേർഡ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ബോറടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു എയിമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അത് ഫോക്കസ് ചെയ്യുക. ഉറപ്പായിട്ട് നമുക്ക് ഉറക്കം വരും, നമുക്ക് ഇറിറ്റേഷൻ വരും, നമുക്ക് എന്താ പറയുക ഡിപ്രഷൻ വരും, സ്ട്രെസ്സ് വരും. പക്ഷെ നമ്മളുടെ ഒരു എയിം അതിലും വലുതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഏശി പോത്തേ ഉള്ളൂ. നമ്മൾ ഇനിയും തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് എന്താ എയിമാണ് വലുത്, നമുക്കൊരു ഗോളുണ്ട്, ആ ഗോൾ എത്തിച്ചേരണം. തീർച്ചയായിട്ടും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഇവിടെ വഴിയിൽ, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോവാം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ എത്തിപ്പോവും. ഓക്കെ, ഈ സക്സസ് ആയവരും അൺസക്സസ്ഫുൾ ആയവരും ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സക്സസ് ആയ ആൾക്കാർ എപ്പോഴും അവരുടെ ഒരു
പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ കാണും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റൊട്ടീൻ കാണും. അതവർ ഡിസിപ്ലിൻഡായിട്ട് അവർ ചെയ്യും. എല്ലാ ദിവസവും എത്ര സമയം, എത്ര അതിന് ടൈം കിട്ടിയില്ലെങ്കിലും അത് സമയം ഉണ്ടാക്കി അവർ ചെയ്യാൻ ശ്രമിക്കും. അതിനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറത്ത് അവൻ ഹോം വർക്കൗട്ടാണ് ചെയ്യുന്നെങ്കിൽ പുറത്ത് മഴ പെയ്യുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ മഴ പെയ്തല്ലോ ഇന്ന് വർക്കൗട്ട് നിർത്തുവാണ് എന്ന് പറയുന്നതല്ല കാര്യം. മഴയാണെങ്കിൽ ഞാൻ എൻ്റെ ടൈമിൽ ഞാൻ ചെയ്യും, അതാണ് ആറ്റിറ്റ്യൂഡ്. സോ ദാറ്റ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിഫെൻസ്, നോട്ട് ഇൻ ഡിഫെൻസ്, in our life. It is very important in our life. Okay, just remember it. So try to build new qualities in your life that will help you in future. Okay, that will definitely help you to achieve your goals. That is very very true. Okay, സക്സസ്ഫുൾ ആൾക്കാരുടെ എല്ലാം അവരൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവരൊരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ടുള്ളതാണ് സത്യം. നമ്മളെ കൊണ്ട് പറ്റാത്തതും അവർ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആവുന്നത്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, what is veracious and voracious? Veracious എന്താ? Veracious, VERACIOUS, veracious and voracious. Veracious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ. ഒരു ജെന്യൂനാണ് അയാൾ. ഈ ലേഡി റിപ്പോർട്ടറാണ്, ആ ലേഡി ഒരു ജെന്യൂൻ പേഴ്സൺ ആണ്. അധികം എന്താ പറയുക അഴിമതിയുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, പറയേണ്ട കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. ജെന്യൂൻ പേഴ്സൺ. സോ veracious means genuine. Its meaning is genuine. Okay, veracious is genuine. It's genuine. Okay, it's genuine. Okay, അതേസമയത്ത് വൊറാഷ്യസ് എന്താ? വൊറാഷ്യസ് ഈ പടം കണ്ടാൽ തന്നെ അറിയാം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് മൈൻഡ് അടിക്കും. വൊറാഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടോ, അപ്പറ്റൈറ്റ് ഫോർ നോളജ് കൺസ്യൂമിങ് എൻ്റയർ ലൈബ്രറി. അതായത് കഠിനമായ വിശപ്പ് അല്ലെങ്കിൽ അത്യാഗ്രഹം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ ഒരുപാട് വിശപ്പ്. അവിടെ തന്നെ വൊറാഷ്യസ് അപ്പറ്റൈറ്റ്, ഒരുപാട് തീവ്രമായ വിശപ്പ് അല്ലെങ്കിൽ അത്യാഗ്രഹത്തിനാണ് വൊറാഷ്യസ് എന്ന് പറയുന്നത്. ഗ്രീഡി അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഹംഗ്രി. ഓക്കെ, തീവ്രമായ വിശപ്പ്, ഹംഗ്രി. ഓക്കെ, ഇതാണ് വെറാഷ്യസ് ആൻഡ് വൊറാഷ്യസിൻ്റെ വേർഡ് മീനിങ്സിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ഈസ് ഓപ്പോസിറ്റ് ആൻഡ് അപ്പോസിറ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് നമുക്കറിയാം. ഓപ്പോസിറ്റ് എന്താ? നമ്മളിപ്പോഴും നമുക്കറിയുന്ന കാര്യം ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർ അല്ലെങ്കിൽ ഡിഫറൻറ്റ്. രണ്ട് നമ്മൾ ആ ഒരു കടയുടെ ഓപ്പോസിറ്റാണ് ആ കട നമ്മൾ പറയും. സോ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്. അതേസമയത്ത് അപ്പോസിറ്റ് എന്താ? അപ്പോസിറ്റ് മീൻസ് സ്യൂട്ടബിൾ. ഈസ് കമൻസ് വെർ അപ്പോസിറ്റ് ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്യൂട്ടബിൾ ആണ്, ആ സമയത്ത് പറയേണ്ട കാര്യമാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു വാക്യം അവിടെ കൃത്യമാണ്. ആ പറയേണ്ട സമയത്താണ് അവൻ പറയേണ്ടത് പോലെ പറഞ്ഞത്. അതാണ് അപ്പോസിറ്റ്. ഓക്കെ, സ്യൂട്ടബിൾ. അപ്പോസിറ്റ് മീൻസ് സ്യൂട്ടബിൾ. ഓക്കെ, സ്യൂട്ടബിൾ, അതാണ് അപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്താ? ഓപ്പോസിറ്റ് എന്നാൽ ഡിഫറൻറ്റ്. ഡിഫറൻറ്റ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. പ്ലെയിൻ ആൻഡ് പ്ലെയിൻ, ഇത് വളരെ സിമ്പിളാണ്. ഇത് ആർക്കും ഏത് കുഞ്ഞിന് വേണമെങ്കിലും ഇത് എഴുതാം. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തോട് പറക്കുന്ന പ്ലെയിൻ, PLA എങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ, വിമാനം, അതാണ് പ്ലെയിൻ. മറ്റേ പ്ലെയിൻ എന്താ? PLA. ആ പ്ലെയിൻ എന്താ? പാടം, അല്ലെങ്കിൽ പാടം ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിരപ്പായ ഒരു പ്രദേശം, പരന്നു കിടക്കുന്ന പ്രദേശം, ഒരു ലാൻഡ്സ്കേപ്പ്, അതിനാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ഇത് അത്രയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, പ്ലെയിൻ ആൻഡ് പ്ലെയിൻ. സ്പെല്ലിങ് നോക്കിയിട്ട് മാത്രം ഓപ്ഷൻസ് കറക്റ്റ് ചെയ്ത് നോക്കുക. ചാടി കയറി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് മാത്രം ഇത് മനസ്സിലാക്കി ഇത് എഴുതുക. ഓക്കെ, സോ ഇത് നോക്കുക, ടോർച്ചസ് ആൻഡ് ടോർച്ചറസ്. ഓക്കെ, ടോർച്ചസ് എന്താ? ടോർച്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതിനെയാണ് ടോർച്ചസ് എന്ന് പറയുന്നത്, ഇങ്ങനെ വളവും തിരിവും. ഓക്കെ, അതിനാണ് ടോർച്ചസ് എന്ന് പറയുന്നത്. TORTUOUS, ടോർച്ചസ്. അതിനാണ് ടോർച്ചസ് എന്ന് പറയുന്നത്. ലൈക്ക് ഫുൾ ഓഫ് കർവ്സ്, വളഞ്ഞു കിടക്കുന്ന പ്രദേശം അല്ലെങ്കിൽ വളഞ്ഞു കിടക്കുന്ന റോഡിനെയാണ് നമ്മൾ ടോർച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ, അങ്ങനെ പറയാം. ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ, അതിനെയാണ് നമ്മൾ ടോർച്ചസ് എന്ന് പറയുന്നത്. സോ അതേസമയം ടോർച്ചറസ് എന്തോ? ടോർച്ചർ ചെയ്യുമോ, അയാൾ ഭയങ്കര ആൾ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ട് തന്നെ നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ NCCയിൽ സീനിയേഴ്സ് നമ്മളങ്ങനെ പറയും. NCCയിലായാലും ആർമിയിൽ, ഡിഫൻസിലൊക്കെ സീനിയേഴ്സ് ടോർച്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയും. സോ ടോർച്ചസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ. ഓക്കെ, ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ, ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ, ട്വിസ്റ്റ് ആൻഡ് ടേൺ. ഓക്കെ, ടോർച്ചറസ് എന്തോ? ടോർച്ചർ ചെയ്യുക. ടോർച്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ. ഓക്കെ, പെയിൻഫുൾ മനസ്സിലായല്ലോ.
അല്ലെങ്കിൽ കഠിനമായ വേദന പെയിൻഫുൾ, അത്രയും മതി. പെയിൻഫുൾ എന്ന് എഴുതിയാൽ മതി. അതാണ് അതിൻ്റെ മീനിങ്. ടോർച്ചറസ് നമുക്കറിയാം, ടോർച്ചർ ചെയ്യുക അതാണ് സംഭവം. നമ്മളെ ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ഇപ്പം തീരും, നമ്മുടെ സെഷൻ ഇപ്പം തീരും. ഓക്കെ, ബോറടിക്കും നമുക്ക് മനസ്സിലാക്കാം. അത്ര വേർഡ്സ് നമ്മൾ ഒരടിക്ക് പറയുമ്പോഴത്തേക്കും ആർക്കായാലും മടുക്കും. പക്ഷെ നമുക്ക് സമയമില്ല, നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ കുറച്ച് എത്ര മടുത്താലും ടൈം ഉള്ളപ്പോഴൊക്കെ വീഡിയോ ആണ്. സോ ബോൺ ആൻഡ് ബോൾ ഈ ബോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, BOR നമ്മുടെ ഡേറ്റ് ഓഫ് ഇവിടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലായിടത്തും നമ്മൾ ഈ ബോൺ എന്ന് കാണുന്നത്. സോ മറ്റേ ബോൺ എന്താ, BOR ഇനി അതെന്താ, അത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തരുന്ന ഒരു വാക്കാണ് BOR. ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ചുമക്കുക. ഈ ഒരു പിക്ചറിൽ വെച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ചുമക്കുക എന്നൊരു മീനിങ്ങാണ്. ചുമക്കുക അല്ലെങ്കിൽ സഹിക്കുകയാണ് ബോൺ, BOR ബോൺ എന്ന് പറയുന്നത്. ടു ക്യാരി നമ്മൾ ചുമന്നുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എൻഡ്യൂർ അല്ലെങ്കിൽ ഒരു എൻഡുറൻസ് തന്നെയാണ് ബോൺ എന്ന് പറയുന്നത്. സഹിക്കുക അല്ലെങ്കിൽ ചുമക്കുക, അതിനാണ് ബോൺ എന്ന് പറയുന്നത്. ഈ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക അല്ലെങ്കിൽ ജന്മം നൽകുകയാണ് ബോൺ. ജനിച്ചു അങ്ങനെ പറയുന്നതാണ് ബോൺ എന്ന് പറയുന്നത്, ബോൺ. ഓക്കെ, സോ അതാണ് അതിൻ്റെ ആ വേർഡ്സിൻ്റെ മീനിങ്സ്. സോറി, രണ്ടും സെയിം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡിഫ്യൂസ് ആൻഡ് ഡിഫ്യൂസ്. ഇതെന്താ ഡിഫ്യൂസ്, DEFUS എന്ന് ഡിഫ്യൂസ്. ഈ ഡിഫ്യൂസ് എന്താ പറയാം ആൾക്കാർ ഈ ഡിഫ്യൂസ് DEFUS ചെയ്യുന്നത് ഡിഫ്യൂസ്. അതായത് ഈ ഡിഫ്യൂസ് ഇതെന്താ, ഇതിന് നിർവീര്യമാക്കുക. ദ ബോംബ് സ്ക്വാഡ് വർക്ക് ടു ഡിഫ്യൂസ് ദ എക്സ്പ്ലോസീവ് ഡിവൈസ്. നിർവീര്യമാക്കുക കേട്ടോ. ഒരാൾ ഇത് പണിയുന്നുണ്ടോ, ഒരു ആർമി ഓഫീസറാണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണം, അതിന് വർക്ക് ചെയ്യണം. ഓക്കെ, ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കുക, അതാണ് ഡിഫ്യൂസ് എന്ന് ഉദ്ദേശിച്ചത്. DEFUS ഡിഫ്യൂസ്. ഈ ഡിഫ്യൂസ് എന്താ, DIFFUS. ഡിഫ്യൂസ് പരക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക, അതാണ് ഈ ഡിഫ്യൂസ്. അതായത് ഈ ഒരു സുഗന്ധം ആരോമാറ്റിക് ഓയിൽ ഡിഫ്യൂസ് ത്രൂ ദ എൻറ്റയർ റൂം. ഈ ഒരു നല്ലൊരു ഊതൊക്കെ നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മുന്തിരിക്കൊക്കെ കത്തിക്കുമ്പോഴത്തേനും അതിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ആകത്തില്ലേ. സോ അതാണ് ഡിഫ്യൂസ്. ഈ ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബോംബും കാര്യങ്ങളൊക്കെ നിർവീര്യമാക്കുക, അതാണ് ഈ ഒരു ഡിഫ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇത് റിവൈസ് ചെയ്യുക. ഇതിൻ്റെ PDF ആണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പെയിൽ ആൻഡ് പെയിൽ. എന്താ പെയിൽ ആൻഡ് പെയിൽ? PIL പെയിൽ എന്താ, PIL. ദിസ് പെയിൽ ഈസ് മീനിങ് ഈസ് ബക്കറ്റ്. ദ ചൈൽഡ് ക്യാരിഡ് എ പെയിൽ ഫുൾ ഓഫ് സാൻഡ്. അതായത് ഒരു ബക്കറ്റ് നിറച്ച്, തൊട്ടി നിറച്ച് മണൽ കൊച്ചു വാരി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് പെയിൽ, PIL മീൻസ് ബക്കറ്റ്. ദിസ് ഈസ് ബക്കറ്റ്. ഓക്കെ, ദിസ് ഈസ് ബക്കറ്റ്. ഈ പെയിൽ എന്താ എന്ന് പറയും, മുഖമൊക്കെ വല്ലാതെ പെയിലായി, വല്ലാണ്ടങ്ങ് വെളുത്ത് എന്താ പറഞ്ഞ പെയിലായി നമ്മൾ പറയും. ഒരു നിറം മങ്ങൽ, പെയിൽ കളർ, ലാക്കിംഗ് കളറിനെ പെയിൽ മീൻസ് ലാക്കിംഗ് കളർ, CAING, ലാക്കിംഗ് കളർ. ഓക്കെ, കളർ, ഇതാണ് പെയിൽ. ഈ പെയിലിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, സോ PIL മീൻസ് ബക്കറ്റ്, PIL പെയിൽ മീൻസ് വിളറി വെളുത്തെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അതാണ് ഈ പെയിൽ, ലാക്കിംഗ് കളർ. സോ ആ പെയിലാണ് ഈ പെയിൽ. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പാൾ ആൻഡ് പ്രിൻസിപ്പിൾ. പിന്നെ പൊന്നെ ഇത് എനിക്ക് വരെ പണ്ട് കുഞ്ഞിൽ, അതായത് ഒരു 8th or 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഈ പ്രിൻസിപ്പാളിനൊരു റിക്വസ്റ്റ് അയക്കണം, അവർക്കെന്തോ ക്ലാസ്സിൻ്റെ എന്തോ ഒരു ഫെയർവെല്ലോ സംതിങ് ഓർക്കുന്നില്ല, എന്നൊരു ഫംഗ്ഷൻ വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ ഈ പ്രിൻസിപ്പാളിന് ഈ പ്രിൻസിപ്പൾ എന്ന് എഴുതി വെച്ചു, പ്രിൻസിപ്പിൾ. അതിനകത്ത് പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കറക്റ്റ് സ്പെല്ലിങ്. PRINCIPL, പ്രിൻസിപ്പാൾ. ഇതാണ് പ്രിൻസിപ്പാൾ, അതായത് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഓക്കെ, അതാണ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രിൻസിപ്പൾ എന്തോ, ഈ പ്രിൻസിപ്പൾ PRINCIPL പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ തത്വം. ഓക്കെ, ഒരു തത്വം പ്രിൻസിപ്പളാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു തത്വം എന്ന് നമുക്ക് പറയാം. അതാണ് ഈ പ്രിൻസിപ്പൾ, PRINCIPL പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളാണ്. നമുക്ക് സ്പെല്ലിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി നമുക്ക് കിട്ടും. ഓപ്ഷൻ കൂടെ തരുമ്പോൾ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, സാധനം കിട്ടും, പേടിക്കേണ്ട. സേഫായിട്ടുള്ള 2 വേർഡ്സാണ്. പക്ഷെ ഇതൊന്നും ചോദിക്കത്തില്ല, വേറെ കാര്യം. ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു ഐഡിക്ക് കിട്ടാനായിട്ട് ചോദിച്ചാൽ നമ്മൾ ചെറുതാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതൊക്കെ കൺഫ്യൂസിങ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സാണ്. സോ അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഇത് സ്റ്റാറാണ്. ഓക്കെ, ഇത് സ്റ്റാർ ക്വസ്റ്റ്യനാണ്. മെറ്റൽ ആൻഡ് മെറ്റിൽ. ഓക്കെ, മെറ്റൽ ആൻഡ് മെറ്റിൽ. സോ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ലോഹം. ഓക്കെ, മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹം, ലൈക്ക് ഹാർഡ് ആൻഡ് ഷൈനി മെറ്റീരിയൽ, അതാണ് മെറ്റിൽ. സോ മെറ്റിൽ എന്താ, മെറ്റിൽ എന്താ, മെറ്റിൽ മീൻസ് വിൽ പവർ, മെൻ്റൽ റെസിലിയൻസ്, ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്. അതിനെയാണ് ഈ മെറ്റിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് മെൻ്റൽ സ്ട്രെങ്ത്. ഓക്കെ, ദിസ് ഈസ്
mental strength. Mental strength, okay. This is mental strength, okay. ഈ മെറ്റൽ എന്താ പറയുന്നത്, ഹാർഡ് ആൻഡ് ഷൈനി മെറ്റീരിയൽ, അതാണ് ഈ മെറ്റൽ. ഇത് മെറ്റൽ, ഓക്കെ. ഹെയിൽ ആൻഡ് ഹെയിൽ, ഓക്കെ. ഹെയിൽ എന്താ? ഹെയിൽ സ്റ്റോം. നമ്മൾ ഇവിടെ ഹെയിൽ സ്റ്റോം, മഴ കഴിയുമ്പോഴേക്കും നമ്മൾ ഹെയിൽ സ്റ്റോമിനെ പറയാൻ പോകും. കൊച്ചുപിള്ളേർക്ക് ഹെയിൽ സ്റ്റോം, അൽപ്പഴം പറക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് ഇറങ്ങാൻ. സോ ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HAIL. ആ ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾസ് ഓഫ് ഐസിൻ്റെ ഉരുളകളെ പറയുന്നതാണ് ആ ഹെയിൽ, HAIL. അതുപോലെ ഹെയിൽ HAL എന്താ? ഇറ്റ്സ് എ ഹെൽത്തി പേഴ്സൺ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, ഓക്കെ. ഗ്രാൻഡ് പ നല്ല ഹെൽത്തിയാണ്, അതാണ് ഹെയിൽ. ഈ HAL ആണ് ഹെയിൽ, ഹെൽത്തി. HALTHY, ഹെൽത്തി, ഇതാണ് ഹെയിൽ. ഈ ഹെയിൽ എന്താ? ഐസ് ബോൾസ് അല്ല ആൽപ്പഴം, അതാണ് സംഭവം. സിമ്പിളായിട്ട് ഹെയിൽ, ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സമയം ഒരുപാടായി, അറിയാം. ഈ ഒരു ഇത്ര വേർഡ്സ് പറയാനായിട്ട് ഇത്ര ടൈം എടുക്കുന്നത് എത്ര സുഖമുള്ള കാര്യമുള്ളതെന്ന് എനിക്കറിയാം. കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോണ്ടിരിക്കാൻ തന്നെ, ബോറടിക്കും. സോ നിങ്ങളുടെ ഡ്രീമിൽ ഫോക്കസ് ചെയ്യുക. മാക്സിമം ലൈഫിലെ നല്ല രീതിയിൽ എല്ലാ ഡിസ്ട്രാക്ഷനും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഫോണാണെങ്കിൽ മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് കുറയ്ക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ആവശ്യപ്പെടുന്ന ഫോൺ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ടൈം അതിന് വേണ്ടി എടുക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം. പിന്നെ ഇടയ്ക്കൂടെ ഒരിക്കലും നമുക്ക് 27 മണിക്കൂർ പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം. മീൻസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ലൈക്ക് കളിക്കാൻ പോകണം, ഫുട്ബോൾ കളിക്കാൻ പോകണം. ഒരു ടീം, അതായത് ടീം എപ്പോഴും ഔട്ട്ഡോർ ഗെയിംസ്, ടീമായിട്ട് കളിക്കുന്ന ഗെയിംസ് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. സോ നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ എൻഡ്യൂറൻസ്, നിങ്ങളുടെ സ്റ്റാമിന, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ഇതെല്ലാം ബിൽഡ് ചെയ്യും, ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഹോബി നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കുക, ഓക്കെ. ഹോബി ബിൽഡ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹോബി ബിൽഡ് ചെയ്യുക, സ്റ്റേ ഹെൽത്തി, ഓക്കെ. ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക, ഓക്കെ. നിങ്ങൾ തീവ്രമായിട്ട് പഠിക്കുക, എല്ലാ സമയത്തും പഠിക്കുന്നത്. ഇപ്പം കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കണം. അതായത് പഠിക്കേണ്ട സമയത്ത് മാത്രം പഠിക്കരുത്, ഓക്കെ. സമയം കിട്ടുമ്പോഴെല്ലാം പഠിക്കരുത്, കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കണം. മനസ്സിലായില്ലേ? അതാണ്, കിട്ടുന്ന സമയങ്ങളെല്ലാം പഠിക്കണം, ഓക്കെ. റിവിഷൻ ഈസ് ദ കീ, ഓക്കെ. റിവിഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓക്കെ. റീഡ് ന്യൂസ് പേപ്പർ, റീഡ് എഡിറ്റോറിയൽസ് മാത്രം വായിക്കാം സമയം കിട്ടിയെങ്കിൽ, ഓക്കെ. റീഡ് എഡിറ്റോറിയൽസ്, ഓക്കെ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, ഓക്കെ. ലൈഫിൽ ഒരുപാട് ഡൗൺഫോൾസ് വരും, അല്ലെങ്കിൽ ഒരുപാട് അപ്സും വരും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ മാക്സിമം അതിൽ നിന്നൊക്കെ ലെസൺസ് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, ഓക്കെ. ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ നമ്മളതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡൗൺസ് ആണെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളൊരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് 8078996142, ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാവിധ മെറ്റീരിയൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏത് എക്സാംസിന് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, എല്ലാ മെറ്റീരിയൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ഡിഫൻസ്, ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും, ഓക്കെ. ഡിഫൻസ് എല്ലാ മെറ്റീരിയൽസും, സ്കേഡ് ആയിക്കോട്ടെ, CDS ആയിക്കോട്ടെ, ND ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഡിഫൻസ് എക്സാം ആയിക്കോട്ടെ, അതിൻ്റെ SSB റിലേറ്റഡ് മെറ്റീരിയൽസും അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാം റിലേറ്റഡ് മെറ്റീരിയൽസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ മൈ ടെലഗ്രാം ചാനൽ ആൻഡ് along with that, if you like my video, please like, share and subscribe, ഓക്കെ. ഇത് എനിക്ക് വളരെ ഒരു മോട്ടിവേഷൻ തരുന്ന കാര്യമായിരിക്കും. എന്തായാലും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ജയ് ഹിന്ദ്, ബൈ, താങ്ക് യു.